ഹായ് ഗായ്സ്, വെൽക്കം ടു എക്സാമിനർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഹിസ്റ്ററി ഇന്ത്യൻ ജോഗ്രഫിയിലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ ഏതാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഭാഗങ്ങൾ ഏതാണ്, ഏതൊക്കെ ഭാഗങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 100 മാർക്ക്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്തായാലും കിട്ടും. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തൊക്കെ തരത്തിൽ അതും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ചാപ്റ്ററിലാണ്. ഓക്കെ, നോക്കാം. ഇതിൽ ആദ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസോ ആദ്യം ഒന്ന് ജസ്റ്റ് സിംപ്ലി മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ലൈവ് ക്ലാസ്, ക്വസ്റ്റ്യൻ റിവിഷൻസ്, അതേപോലെ തന്നെ റിവിഷൻ, അതേപോലെ തന്നെ ആപ്പിൽ ഡീറ്റെയിൽഡ് ക്ലാസ് എല്ലാം പോയതാണ്. അപ്പോൾ നമ്മൾ സിംപ്ലി എന്തൊക്കെ സംഭവങ്ങളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒന്നെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡയറക്റ്റ് സ്റ്റേ ചെയ്താൽ ചോദിക്കാം. അതുമല്ല എങ്കിൽ ഇങ്ങനെ തന്നെ തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെവർ എവർ സ്കിപ്പ്. ഓക്കെ, ദെൻ പാലിയോലിറ്റിക് ഏജിൻ്റെ ഇത്തരം സൈറ്റുകളെക്കുറിച്ചൊന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് വെച്ച് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ പാലിയോലിറ്റിക് ഏജ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അത് മറക്കാണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ആ ഭാഗത്ത് നിന്ന് അത്രയും കാര്യം ഒന്ന് ഓർക്കുക. ദെൻ മെസോലിറ്റിക്കിലോട്ട് വരുമ്പോൾ ആദ്യമുള്ള മാറ്റം എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്, അത് ഓർത്ത് വെക്കണം. മെസോലിറ്റിക്കും നിയോലിറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ സൈറ്റിൻ്റെ പേരുകൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഹിൻസ് തരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മെസോലിറ്റിക്കും പാലിയോലിറ്റിക്കും വ്യക്തമായിട്ട് പഠിച്ചേക്കുക. അതേപോലെ തന്നെ ഈ സ്ഥലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും സൈറ്റുകളുടെ പേര് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിയോലിറ്റിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചധികം ചാൻസ് കൂടുതലാണ്, കാരണം മാൻ മേക്ക് ഹിംസെൽഫ് ആ സാധനം പഠിക്കണം. ഈ ഇദ്ദേഹത്തിന് ഗോർഡൻ ചൈൽഡിൻ്റെ ആ പേര് ഓർത്ത് വെക്കണം. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലേ, രണ്ട് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് ഓർത്ത് വെക്കുക, കാരണം അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാം. ദെൻ ഫർട്ടൈൽ ക്രസൻറ്റ്, ഫലഭൂയിഷ്ഠമായ ചന്ദ്രക്കല, അതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വരാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ മാപ്പ് ഇതുപോലെ തന്നെ തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ മാപ്പ് എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. റൈറ്റ്. ദെൻ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്താണ്, ടെക്സ്റ്റലി ഫ്ലോ ചാർട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ തന്നിട്ടുണ്ട്. അപ്പം ഇത് പഠിച്ചു വെക്കണം. ഇത് നിങ്ങൾക്ക് പല തരത്തിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പല ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് ചിലപ്പോൾ പോയിൻറ്റ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഈ ടൂൾസ്, ഇതിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഈ ചിത്രങ്ങൾ തന്നിട്ട് ഇത് ഏത് കാലഘട്ടത്തിലെ ടൂൾസാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടൂൾസ് കണ്ടാൽ അറിയാം, നിയോലിറ്റിക് ഏജ് അഥവാ നവീന ശിലായുഗത്തിലേതാണ്. ഇനി മെറ്റലൈസ്, സിമ്പിളായിട്ട് എന്താണ് മെറ്റലൈസ് എന്ന് ചോദിക്കാം. സ്റ്റോണേജ് എന്താണെന്ന് ചോദിക്കുന്ന പോലെ എന്താണ് മെറ്റലൈസ് എന്ന് ഒരു മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഓർത്ത് വെക്കുക. ചാൽക്കോലിറ്റിക്കൽ ഏജിലേക്ക് കിടക്കുകയാണെങ്കിൽ മനുഷ്യൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാം. അഗെയിൻ കോപ്പർ ബ്രോൺസ് ഏജിലോട്ട് കിടക്കുകയാണ് എങ്കിൽ മെയിൻലി ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മളെ ഈ അർബനൈസേഷൻ ഇല്ലേ, ഫസ്റ്റ് അർബനൈസേഷൻ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നില്ലേ, ആ ഭാഗം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്, എന്താണ് അർബനൈസേഷൻ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയ ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം. ദെൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേദിക് ഏജിലോട്ട് പോകുന്ന സമയത്ത് മെയിൻലി ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത് ഇതിലുപരി ഇവിടെ ഇതാണ്. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 5-6 ഇമ്പോർട്ടൻ്റ് ഞാൻ മാർക്ക് ചെയ്ത് കാണും. ഒരു കാരണവശാലും അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ചോദിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ടേബിളായിട്ടും ഓപ്ഷൻ തന്നിട്ടും വൺ വേർഡ് ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് തലങ്ങും വിലങ്ങും അനലൈസ് ചെയ്യുക, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക. ഇതിങ്ങനെ മാത്രമല്ല, വേണമെങ്കിൽ ഈ ചോദ്യം ഇടുന്നതൊക്കെ മനുഷ്യനെ കുഴപ്പിക്കാനായിട്ട് ഇങ്ങനെയും ചോദിക്കാം എന്നുള്ള കാര്യം അല്ലേ, വളഞ്ഞു മൂക്കുടിക്കുക, ഇങ്ങനെയൊക്കെ ചോദിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കണം. കാരണം ഇതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊക്കെ ചോദിക്കും. ഓക്കെ, ഇനി നമ്മൾ ജോഗ്രഫിയിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിശാല സമതല ഭൂവിൽ എല്ലാവരും പഠിച്ചൊരു കാര്യമാണ്. മെയിൻലി മാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ജിയോമോർഫിക് പ്രോസസ്സും അതിൻ്റെ ഏജൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓർത്ത് വെക്കണം. ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും പഠിക്കണം. രാജസ്ഥാൻ പ്ലെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗാ പ്ലെയിൻ മാപ്പ് വൈസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണെന്ന് ഓർത്ത് വെക്കുക. റൈറ്റ്. രാജസ്ഥാൻ പ്ലെയിൻ്റെ ഒന്നെങ്കിൽ ക്ലൈമറ്റിൻ്റെ തരത്തിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം, ഇല്ലെങ്കിൽ താർ ഡെസേർട്ടിൻ്റെ ഡിവിഷൻസ് ആയിട്ട് ചോദിക്കാം അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഈ 3 തരത്തിൽ ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പഞ്ചാബ് ഹരിയാന പ്ലെയിനിൽ ദോബ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ ടേബിളായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ദോബ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പഠിക്കാതെ പഠിക്കാൻ എങ്ങനെ പഠിക്കണം എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. റൈറ്റ്. ഗംഗാ പ്ലെയിൻ ഈ ഭാഗത്താണ് ഗംഗാ പ്ലെയിൻ ഉള്ളതെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അങ്ങനെ തന്നെ ചോദിക്കാം. അപ്പർ ഗംഗ, ലോവർ ഗംഗ, ഈ ഭാഗത്ത് കുറച്ച് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം, ചോദിച്ചിട്ടുണ്ട്. റൈറ്റ്. ദെൻ അലൂവിയൽ ഫൈൻ, എക്കൽ വിശറികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരും, നോ ഡൗട്ട്. അപ്പം
കൃത്യമായിട്ട് വെലോസിറ്റിന് ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് ഷേപ്പിൻ്റെ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക, ചോദിച്ചിരിക്കും, മസ്റ്റാണ്. ബാബർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബാബർ, റൈറ്റ്. ദെൻ അലൂവിയൽ പ്ലെയിൻസ്, ബാബർ പല തവണ കയ്യും കണക്കിലാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബാബർ എന്തായാലും പഠിച്ചിട്ട് വെക്കണം, ചോദിക്കും. ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിക്കും, കമ്പാരിസൺ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ആ റിവർ ഡിസപ്പിയർ ആകുന്ന പോയിന്റ് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. താരയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുക. ബാബറും താരയും അലൂവിയൽ പ്ലെയിൻസ് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിക്കണം, റൈറ്റ്. ഓക്കെ, ദെൻ ഈ പിക്ചർ തന്നിട്ട് ഇതിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ബാബർ താര എന്നൊക്കെ ഉള്ളത്. അപ്പം ടെക്സ്റ്റ് ബുക്കിലെ തന്നെ പിക്ചറാണ്, ഇതാ ഫിഗർ 2.14 ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീസൺ, ക്രോപ്പ് സീസൺ, ഇത് നമ്മൾ സ്കൂൾ തുറക്കുന്ന അടയ്ക്കുന്നൊക്കെ സമയം വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതേപോലെ തന്നെ ചോദിച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൻ്റെ ക്ലൈമറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സീസണിനെ കുറിച്ചോ അഗ്രികൾച്ചറിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് എങ്കിൽ ഈ സീസൺസ് നിങ്ങൾക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിലെ ആൾക്കാരുടെ ജീവിതത്തിനെ കുറിച്ചും എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത്തരത്തിൽ ക്രിട്ടിക്കലായിട്ടൊന്ന് പഠിച്ച് വെക്കണം. അപ്പം ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി എവിടെ എടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ ആൽഫ ബാച്ചിൽ എടുത്തിട്ടുണ്ടെന്ന കാര്യം ഓർത്ത് വെക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, റൈറ്റ്. ദെൻ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് കിട്ടും. ദെൻ 4ാമത്തെ ചാപ്റ്ററാണ് ജോഗ്രഫീൻ്റെ 4ാമത്തെ ചാപ്റ്റർ, ഹ്യൂമൻ റിസോഴ്സ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. വളരെ സിമ്പിളായ ചാപ്റ്ററാണ്. അതിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തായാലും ചോദിച്ചിരിക്കും, നോ ഡൗട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചോദിച്ചിരിക്കും. അതിൻ്റെ റിവാർഡ്സും ചോദിക്കും, അല്ലേ, പ്രതിഫലം അല്ലേ, ലാൻഡിന് എന്തുണ്ട്, എന്താ പറയുക, ലാൻഡിന് റെൻറ്റ്, ഈ ലേബറിന് വേജ്, ആ സാധനം എന്തായാലും ചോദിച്ചിരിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇതാ ഈ സെയിം സാധനം ചോദിച്ച് കണ്ടിട്ടുണ്ട്, റൈറ്റ്. ദെൻ എവല്യൂഷൻ ഓഫ് മണി, അതൊന്ന് മനസ്സിലാക്കിക്കുക. ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതാ ഈ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, ഈ പേര് ഓർത്ത് വെക്കണം, എഴുതാൻ ആവശ്യം വരും, ഓർത്ത് വെച്ചേക്കുക. ഈ 3 പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാന്നുള്ളത്. ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക. ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നെങ്കിൽ ഇങ്ങനെ തന്നെ ഓരോന്നായിട്ട് എന്തൊക്കെയാണ് പോയിന്റ്സ് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം, അല്ല എങ്കിൽ ഇതിലേതെങ്കിലും തന്നിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനും പറയാം, അങ്ങനെയും സാധ്യതയുണ്ട്. അപ്പം ആ തരത്തിൽ അതിനെ അനലൈസ് ചെയ്യണം, പഠിക്കുക. എഡ്യൂക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടേബിൾ മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഇതെന്തായാലും പഠിക്കുക, ഈ ഫ്ലോ ചാർട്ട് പഠിച്ചിട്ട് വെക്കണം. ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്, 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാൽ നിങ്ങൾ ഈ ഡെഫിനിഷൻ സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതാ ആരോഗ്യം കുറഞ്ഞ സംഭവിക്കുന്നുള്ളത്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹെൽത്ത് ഇല്ലാത്തൊരു സൊസൈറ്റി ആണെങ്കിൽ നമ്മളെ നാഷണൽ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. സോ അത് അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് ഓർത്ത് വെക്കുക. ദെൻ പബ്ലിക് സെക്ടേഴ്സ്, അതായത് നമ്മൾ പൊതുമേഖലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, ഈ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ലെങ്കിലും ഈ ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഹെൽത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് എങ്കിൽ, ഗവൺമെൻറ് സ്കീംസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതും അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സെയിം സാധനം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഡയറക്റ്റ് വന്നിട്ടില്ലെങ്കിൽ വളഞ്ഞ വൈക്ക് ഈ ചോദ്യം എഴുതാനുള്ള രീതിയിൽ അവർ ക്വസ്റ്റ്യൻ ആക്കി മുന്നേ തരും എന്നുള്ള കാര്യം ഷുവറാണ്. മൈഗ്രേഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ദെൻ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമതല്ലേ, എവിടെ ചെന്നാലും ഒരു വള്ളിയായിരിക്കുന്ന ഒരാളാണ് ദാരിദ്ര്യം, പോവർട്ടി. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് സൂചിപ്പിക്കുന്ന ഈ ഫ്ലോ ചാർട്ടും എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വെക്കണം. ഷുവറായിട്ടും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ്. എല്ലാ പേപ്പേഴ്സിലും ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഈ സാധനം. 4 ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്സ് ഉണ്ട്, ഓപ്പൺ, സ്ട്രക്ചർ, സീസണൽ, ഡിസ്ഗൈസ്ഡ്. ഇതൊക്കെ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്, പറഞ്ഞു തന്നതാണ്, നിങ്ങളും പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കുറേ സ്റ്റാർ ഞാനിവിടെ വെട്ടിക്കുന്നുണ്ട്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, റൈറ്റ്. ഇത്രയൊക്കെ തന്നെയുള്ള ഈ ചാപ്റ്ററിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞുതരാൻ. പഠിക്കുമ്പം കൺസെപ്റ്റ് മനസ്സിലാക്കി ക്ലിയർ ആയിട്ടും സ്മാർട്ടായിട്ടും പഠിക്കുക, ചുമ്മാ ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്, റൈറ്റ്. ക്വസ്റ്റ്യൻ ഒരു സാധനം പഠിക്കുമ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ ചോദ്യം വരാം, ഇതിന് ഈ തരത്തിൽ ചോദിക്കാമല്ലോ, അങ്ങനെ ചോദിക്കാമല്ലോ, അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുടെ ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം, എന്നിട്ട് പഠിക്കണം. ചുമ്മാ എന്തിനു വേണ്ടി തലയ്ക്കുന്ന സാമ്പാർ പോലെ പഠിക്കരുത്, കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതുക, കോൺഫിഡൻസോടെ എഴുതുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണണം. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ ബൈ, സീ യു.